ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിൻ്റെ രണ്ടാമത്തെ പാർട്ടിലേക്കാണ്. സോ നമുക്ക് ഇന്നത്തെ പാർട്ടിൽ നമ്മൾ രണ്ട് പോയിൻറ്റ്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് കൂളോംസ് ലോയും പിന്നെ ഒന്ന് റിലേറ്റീവ് പെർമിറ്റിവിറ്റിയും. ഈ കൂളോംസ് ലോ ഇത്തിരി ലെങ്തി ആയതുകൊണ്ടാണ് ടോപ്പിക്സിൻ്റെ എണ്ണം കുറച്ചത്. സോ നമുക്ക് കൂളോംസ് ലോ എന്താണെന്ന് നോക്കാം. എന്താണ് കൂളോംസ് ലോ? കൂളോംസ് ലോ എന്ന് പറഞ്ഞാൽ അതായത് രണ്ട് ചാർജസ് Q1 Q2 എന്ന് പറയുന്ന രണ്ട് ചാർജസ് R എന്ന ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഈ Q1 Q2 തമ്മിലുള്ള ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷൻ കാണും. ആ ഫോഴ്സ് അതിൻ്റെ ഈ Q1 Q2 എന്ന ചാർജുകളുടെ പ്രോഡക്റ്റിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഫോഴ്സ് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് R സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഒരിക്കൽ കൂടി പറയാം, രണ്ട് ചാർജസ് Q1 Q2 എന്ന് പറയുന്ന ചാർജസ് R എന്ന ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചാർജസ് തമ്മിലുള്ള പ്രോഡക്റ്റിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ഫോഴ്സ്. അതുപോലെ അത് തമ്മിലുള്ള ഡിസ്റ്റൻസായ ആറിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ഫോഴ്സ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. എന്താണ് കൂളോംസ് ലോയുടെ ഡെഫിനിഷൻ പറയുന്നത്? The force of attraction or repulsion between 2 point charges is directly proportional to the product of the charges and inversely proportional to the distance between them. അതായത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, റിപ്പൽഷനോ അട്രാക്ഷനോ ആയിട്ടുള്ള ഫോഴ്സ് ആയിരിക്കും Q1 Q2 തമ്മിലുള്ള. ആ ഫോഴ്സ് ഒന്നുകിൽ ഈ പ്രോഡക്റ്റ് ഓഫ് ചാർജസിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും, അല്ലെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ഡിസ്റ്റൻസും ആയിരിക്കും. ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു പ്രോഡക്റ്റ് ഓഫ് ചാർജും ആയിരിക്കും, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ തമ്മും ആയിരിക്കും. ഓക്കെ, കൂളോംസ് ലോയുടെ ഇക്വേഷൻ എങ്ങനെ ഡിറൈവ് ചെയ്യുന്നു നോക്കാം. കൂളോംസ് ലോ പറയുന്നത് എന്താ? എഫ് പ്രൊപ്പോർഷണൽ ടു Q1 Q2. പിന്നെ പറയുന്നത് എന്താ? എഫ് പ്രൊപ്പോർഷൻ 1/R² എന്ന്. ഈ രണ്ട് കാര്യമാണ് കൂളോംസ് ലോ പറയുന്നത്. അപ്പോൾ ഇതിനെ ഒന്ന് കമ്പൈൻ ചെയ്ത് കൂളോംസ് ലോയ്ക്ക് ഒരു ഇക്വേഷൻ കണ്ടെത്താൻ നോക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് പ്രൊപ്പോർഷണൽ ടു Q1 Q2 R² എന്ന് എഴുതിക്കൂടെ? അതായത് എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q1 Q2 എന്ന്, എഫ് ഡയറക്റ്റ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R² എന്നുമാണ് കൂളോംസ് ലോ പറയുന്നത്. ഇതുപോലെ എഴുതി എന്നിട്ട് അതിനെ ഒന്ന് കമ്പൈൻ ചെയ്ത് എഴുതിയപ്പോൾ ഇങ്ങനെ കിട്ടി. അപ്പോൾ നമുക്ക് പ്രൊപ്പോർഷണൽ സൈൻ മാറ്റാൻ എന്ത് ചെയ്യണം? പ്രൊപ്പോർഷണൽ സൈൻ മാറ്റാൻ നമുക്കൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? അപ്പോൾ നമുക്ക് എഫ് ഇസ് ഈക്വൽ ടു K ഇൻറ്റു Q1 Q2 R² എന്ന് എഴുതാം. അപ്പോൾ എന്താ ചെയ്തത്? പ്രൊപ്പോർഷണൽ സൈൻ മാറ്റാൻ വേണ്ടി ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ഈ K എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഈ നേച്ചർ ഓഫ് ദ മീഡിയത്തെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇരിക്കും. അതായത് ഈ ചാർജസ് നിൽക്കുന്ന മീഡിയത്തെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും കെയുടെ വാല്യൂ നിൽക്കുന്നത്. കെക്ക് ഒരു ഇതുണ്ട്, അതായത് കെയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 1/4πε എന്നാണ്. അതായത് ഒരു ഇത് എപ്സിലോൺ എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. E0 എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. അതായത് പെർമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പെർമിറ്റ് എന്ന് പറഞ്ഞാൽ കടത്തി വിടുകയല്ലേ. അപ്പോൾ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് പറയുന്നതെന്ന് പറഞ്ഞാൽ അതായത് ഈ വാക്വത്തിന്റെ ഒരു കഴിവാണ്. അതായത് ഇലക്ട്രിക് ഫീൽഡിനെ കടത്തി വിടാനുള്ള വാക്വത്തിന്റെ കഴിവാണ് എന്ത്? പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അപ്പൊ ഇതാണ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഈ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസിന് ഒരു ഇക്വേഷൻ ഉണ്ട്, ഒരു വാല്യൂ ഉണ്ട്. അതായത് 8.85 ഇൻറ്റു 10⁻⁻12 ആണ് അതിന്റെ വാല്യൂ. 8.85 ഇൻറ്റു 10⁻⁻12 ആണ് അതിന്റെ വാല്യൂ. അതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കൂളോം സ്ക്വയർ N⁻⁻1 m⁻⁻2 ആണ്. കൂളോം സ്ക്വയർ N⁻⁻1 m⁻⁻2 ആണ് അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. സോ ഇതാണ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. സോ K സമം 1/4πε0 ആണ്. ε0യുടെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. സോ നമുക്ക് 1/4πε0 ഇതെല്ലാം വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് ഇതിനൊരു വാല്യൂ തന്നെ ഉണ്ട്. K
കെ എന്ന് പറയുന്ന 1/4 എപ്സിലോൺ 0 ഒരു വാല്യൂ ഉണ്ട്. അതായത് 9 × 10⁻⁹ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കൂളോം റേസ് ടു -2. ഇതാണ് ഈ 1/4 എപ്സിലോൺ 0യുടെ 1/4 എപ്സിലോൺ 0യുടെ വാല്യൂ എന്ന് പറയുന്നത് 9 × 10⁻⁹ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കൂളോം റേസ് ടു -2. ഓക്കെ, സോ ഇനി എങ്ങനെയാണ് ഇക്വേഷൻ വരിക? എഫ് ഇസ് ഈക്വൽ ടു കെയുടെ വാല്യൂ എന്താ? 9 × 10⁻⁹ ആണ് ഇൻറ്റു Q1 Q2 ബൈ R². ഇതാണ് കൂളോംസ് ലോ വെച്ച് ഫോഴ്സിന്റെ, അതായത് രണ്ട് ചാർജസ് തമ്മിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. എങ്ങനെയാ? F is equal to 9 × 10⁻⁹ Q1 Q2 by R². കെയുടെ വാല്യൂ ആണ് 9 × 10⁻⁹. 9 × 10⁻⁹ എങ്ങനെയാ കിട്ടിയ? 1/4 എപ്സിലോൺ 0യിൽ കൊടുത്തപ്പോഴാണ് എപ്സിലോൺ 0യുടെ വാല്യൂ എന്ന് പറയുന്നത് 8.85 × 10⁻⁻² കൂളോം സ്ക്വയർ ന്യൂട്ടൺ റേസ് ടു -1 മീറ്റർ റേസ് ടു -2 ആണ്. ഓക്കെ, ഇതിപ്പോ ഫ്രീ സ്പേസിന്റെ, അതായത് വാക്വത്തിന്റെ കാര്യത്തിലാണ് 1/4 എപ്സിലോൺ 0 വന്നത്. എപ്സിലോൺ 0ക്ക് ഈ വാല്യൂ കൊടുത്ത് നമുക്ക് ഈ 9 × 10⁻⁹ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കൂളോം റേസ് ടു -2 കിട്ടിയത്. പക്ഷെ ഇവിടെ ചിലപ്പോൾ 1/4 എപ്സിലോൺ എന്ന് മാത്രം വരാം. എപ്സിലോൺ എന്ന് പറഞ്ഞാൽ അവിടെ ഫ്രീ സ്പേസ് അല്ല, പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് അല്ല. അതായത് 1/4 എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എന്താ? പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ആവും. മീഡിയം ആയിരിക്കും. ഒരു ചാർജസ്, രണ്ട് ചാർജസ് ഒരു മീഡിയത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ അപ്പോൾ ആ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി ആണ് എപ്സിലോൺ എം എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെ ക്വസ്റ്റ്യൻസിൽ എപ്സിലോൺ എമ്മിന്റെ വാല്യൂ തന്നിരിക്കും. അത് വെച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് ഇതുപോലെ 1/4 എപ്സിലോണിന്റെ ഭാഗത്ത് എപ്സിലോണിന്റെ വാല്യൂ ഇട്ട് ഇതുപോലെ ചെയ്യുമ്പോൾ ഒരു ഉത്തരം കിട്ടും. എന്നിട്ട് അതിനെ ഇൻറ്റു Q1 Q2 ബൈ R² ചെയ്താൽ മതി. അപ്പോൾ ആ ഇക്വേഷൻ എങ്ങനെ ഒരു F is equal to 1/4 എപ്സിലോൺ ഇൻറ്റു Q1 Q2 ബൈ R². ഇത് ഒരു മീഡിയത്തിലാണ് കേട്ടോ. ഒരു മീഡിയത്തിന്റെ രണ്ട് ചാർജസ് ഒരു മീഡിയത്തിലാണ് ഇരിക്കുന്നത്. ഇതെന്താ? വാക്വത്തിലിരിക്കും, സ്പേസ് ഫ്രീ സ്പേസിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ വാക്വത്തിൽ ഇരിക്കുമ്പോൾ ഉള്ള രണ്ട് ചാർജസിന്റെ ഫോഴ്സ് ആണ് 9 × 10⁻⁹ Q1 Q2 ബൈ R². ഇത് രണ്ട് ചാർജസ് ഒരു മീഡിയത്തിൽ ഇരിക്കുമ്പോൾ അതിന്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ എന്ന് പറയുന്നത് 1/4 എപ്സിലോൺ ഇൻറ്റു Q1 Q2 ബൈ R². രണ്ടിന്റെയും വ്യത്യാസം മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. അതായത് ഇവിടെ ക്വസ്റ്റ്യനിൽ ഇതാണ് പറയുന്നത്, ഫോഴ്സ് എന്ന് പറയുന്നത് രണ്ട് ചാർജസ് തമ്മിലുള്ള സെയിം ചാർജസ് തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് 1.48 × 10⁻⁸ ന്യൂട്ടൺ ആണ്. അത് സെയിം ചാർജസ് ആണ്. ആൻഡ് ദേ ആർ സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് 5 × 10⁻⁻10 മീറ്റർ. അതായത് ഈ രണ്ട് ചാർജസ് തമ്മിലുള്ള ഫോഴ്സ് തന്നിട്ടുണ്ട് 1.48 × 10⁻⁸ ന്യൂട്ടൺ എന്നും അത് തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസും തന്നിട്ടുണ്ട് 5 × 10⁻⁻10 മീറ്റർ എന്നും. ക്വസ്റ്റ്യനിൽ പറയുന്നത് ഹൗ മെനി ഇലക്ട്രോൺസ് ഹാവ് ബീൻ റിമൂവ്ഡ് ഫ്രം ഈച്ച് ആറ്റം എന്നാണ്. അതായത് എത്ര ഇലക്ട്രോൺസ് ആ ആറ്റത്തിൽ നിന്ന് റിപ്പലായി പോയിട്ടുണ്ടാവാം എന്നതാണ് ചോദ്യം. ഓക്കെ, ഫസ്റ്റ് ഒന്നും കൂടി പറയാം. രണ്ട് അയോൺസ് അവ റിപ്പൽ ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 1.48 × 10⁻⁻ ന്യൂട്ടൺ ആണ്. അതുപോലെ തന്നെ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 5 × 10⁻⁻10 മീറ്റർ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് എത്ര ഇലക്ട്രോൺസ് പോയിട്ടുണ്ടെന്നാണ് ചോദ്യം. സോ ഇതിൽ രണ്ട് കോൺസെപ്റ്റ് ആണ് നമ്മൾ പഠിച്ചത് വെച്ച് വരുന്നത്. ഒന്ന് കൂളോംസ് ലോയും, പിന്നെ ഒന്ന് വരുന്നത് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ എന്താണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജസ് എന്ന ഒരു കോൺസെപ്റ്റാണ് ഈ ക്വസ്റ്റ്യനിൽ വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കാം. നമുക്ക് ആദ്യം ഇതിൽ എത്ര ഇലക്ട്രോൺസ് ആണ്, ഹൗ മെനി നമ്പർ ആണ് ചോദിച്ചിട്ടുള്ളത്, എത്ര ഇലക്ട്രോൺസ് പോയിട്ടുണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലുള്ള സംഭവങ്ങളൊക്കെ എഴുതാം. എഫ് തന്നിട്ടുണ്ടല്ലേ 1.48 × 10⁻⁻8 ന്യൂട്ടൺ. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? ഡിസ്റ്റൻസ് 6 തന്നിട്ടുണ്ട്. 5 × 10⁻⁻10 മീറ്റർ. ഓക്കെ, നമ്മുടെ കൂളംസ് ലോയുടെ ഇക്വേഷൻ എന്താണ്? എഫ് ഈസ് ഈക്വൽ ടു 1/4 എപ്സിലോൺ 0 ഇൻറ്റു Q1 Q2 ബൈ R² എന്നാണ്. ഓക്കെ, പക്ഷെ ഇവിടെ രണ്ട് ഒരേ ചാർജാണ്. അതായത് റിപ്പൽ എ എന്ന് പറഞ്ഞാൽ രണ്ട് ഒരേ ചാർജാണ്. അപ്പൊ നമുക്ക് ഇക്വേഷൻ എങ്ങനെ വരും? 1/4 എപ്സിലോൺ 0 ഇൻറ്റു
Q² എന്ന് വരും. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജസ്. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജസ് എന്ന് പറഞ്ഞാൽ ഒരു ബോഡിയിലെ ഫുൾ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് എന്താണ്? ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എ ഫണ്ടമെന്റൽ ചാർജ് ആണ്. ഇ എന്ന് പറയുന്ന ഫണ്ടമെന്റൽ ചാർജിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും ഒരു ബോഡിയിലുള്ള ടോട്ടൽ ചാർജിന്റെ എണ്ണം എന്നാണ്. അപ്പൊ Q സമം NE എന്നാണ് അത് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? Q സമം NE എന്നുള്ള ഇക്വേഷൻ നമുക്കിത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്താൽ മതി. അപ്പൊ എങ്ങനെ വരും ഇക്വേഷൻ? 1/4πε0 ഇൻറ്റു Q² പകരം ഇതങ്ങ് കൊടുക്കുക. അപ്പോഴേ ഇതിൽ N ഉണ്ടല്ലോ, അങ്ങനെ വെച്ച് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ Qന്റെ സ്ഥാനത്ത് അതങ്ങ് കൊടുത്താൽ മതി. NE² ഓക്കെ. സോ നമുക്ക് ഈ ഇക്വേഷനെ എന്നിലേക്ക് മാറ്റണം. F is equal to 1/4πε0 ഇൻറ്റു NE² എന്നാണ് എഴുതിയിട്ടുള്ളത്. അതിനെ എന്നിന്റെ ഇതിലോട്ട് മാറ്റണം. അപ്പൊ എങ്ങനെ മാറ്റുക? F സമം 1/4πε0 ഇൻറ്റു N²E²/R² എന്നാവും. അതായത് ഇതിന്റെ ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ N²E² എന്ന് എഴുതും. സോ നമുക്ക് ഇതിനെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. F ഇൻറ്റു അല്ലെങ്കിൽ വേണ്ട, ഇതിന്റെ വാല്യൂ F സമം 9 × 10⁹ ഇൻറ്റു N²E²/R². സോ എങ്ങനെ വരും? F ഇൻറ്റു R², ഈ R² അങ്ങോട്ട് പോകുമ്പോൾ F ഇൻറ്റു R² ആയി = 9 × 10⁹ ഇൻറ്റു N²E². നമുക്ക് ആരെയാ കാണേണ്ടത്? N ആണ് കാണേണ്ടത്. അത് ഓർത്തോണം. N കാണാൻ എന്ത് ചെയ്യണം? F ഇൻറ്റു R² എഴുതിയിട്ട് ഇതിനെ എല്ലാം ഈക്വൽ ടുവിന്റെ അപ്പുറത്ത് കൊണ്ടുപോകണം. ഇതിനെ ഈക്വൽ ടുവിന്റെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു മാറി ഡിവൈഡ് ആവും. അപ്പോൾ ഇത് താഴെ വരും. 9 × 10⁹ ഇൻറ്റു E² താഴെ വരും. E² ഇവിടെ വരും. E². അപ്പോൾ = N² ആയി. നമുക്ക് N അല്ലേ കാണണ്ടേ? ഇതിന്റെ റൂട്ട് എടുത്താൽ N കാണാം. ഓക്കെ, N സമം √ F ഇൻറ്റു R², 9 × 10⁹ ഇൻറ്റു E². എങ്ങനെ ഇത് കണ്ടുപിടിച്ചേ? എഫിന്റെ ഇക്വേഷൻ എഴുതി. അപ്പോൾ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജിന്റെ ഇക്വേഷൻ ഇവിടെ എടുത്ത് എഴുതി കൊടുത്തു. N²E² ആയി R². ഈ R²നെ അപ്പുറത്തേക്ക് ഇൻറ്റു ചെയ്തു. എഫിനോട് ഇൻറ്റു ചെയ്തു. എന്നിട്ട് ഇതിന്റെ വാല്യൂ എടുത്തു. 9 × 10⁹ ഇൻറ്റു N²E². എന്നിട്ട് നമുക്ക് ആരെയാ കാണേണ്ടത്? എന്നിനെയാണ് കാണേണ്ടത്. അപ്പോൾ ഇതിനെ എല്ലാത്തിനെ അപ്പുറത്ത് കൊണ്ടുപോയി. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആവും, അവിടെ അപ്പുറത്ത് പോകുമ്പോൾ ഡിവിഷൻ ആവും. F ഇൻറ്റു R² 9 × 10⁹ ഇൻറ്റു E². N²ന്റെ വാല്യൂ ആണ് ഇത്. അപ്പോൾ N കാണാൻ എന്ത് ചെയ്യണം? റൂട്ട് ചെയ്യണം. റൂട്ട് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ വാല്യൂസ് ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം. അപ്പോൾ എഫിന്റെ വാല്യൂ എത്രയാ? റൂട്ട് 1.48 ഇൻറ്റു 10⁻⁻8 ഇൻറ്റു R എത്രയാ? 5 ഇൻറ്റു 10⁻10 അതിന്റെ സ്ക്വയർ. ഓക്കെ, ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു 10⁻9 ഇൻറ്റു ഇയുടെ ചാർജ് ഇതാണ് 1.6 ഇൻറ്റു 10⁻19 കൂളം. ഇത് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന പോർഷനിൽ വരുന്നതാണ് ഇത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് എടുത്ത് കണ്ടു നോക്കുക. ഓക്കെ, ഇവിടെ 9 ഇൻറ്റു 10⁻9 ഇൻറ്റു ചാർജ് ഇതിന്റെ വാല്യൂ E²ന്റെ വാല്യൂ, ഇയുടെ വാല്യൂ ഇട്ടിട്ട് സ്ക്വയർ ചെയ്ത് കൊടുത്താൽ മതി. 1.6 ഇൻറ്റു 10⁻19 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതണം. ഓക്കെ, സോ നമുക്ക് എന്താ വരും? 1.48 ഇൻറ്റു 10⁻8 ഇൻറ്റു ഇതിന്റെ സ്ക്വയർ എടുത്തപ്പോൾ എത്ര കിട്ടും? അത് കാൽക്കുലേറ്റർ നിങ്ങൾ അടിച്ചു നോക്കുക. 2.5 ഇൻറ്റു 10⁻19 കിട്ടും. ഓക്കെ, ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു 10⁻9 ഇൻറ്റു 1.6 ഇൻറ്റു 10⁻19ന്റെ സ്ക്വയർ ഇത് എടുക്കുമ്പോൾ എത്ര കിട്ടും? 1.6 ഇൻറ്റു 10⁻9ന്റെ സ്ക്വയറിന്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി 2.5 ഇൻറ്റു 10⁻38 വരും. നിങ്ങളിത് കാൽക്കുലേറ്റർ അടിച്ച് നോക്കുക സ്ക്വയർ ചെയ്യാനുള്ളതൊക്കെ. എന്നിട്ട് ഇതുപോലെ എഴുതിയതിനു ശേഷം എന്താ ഇവിടെ ഇത് രണ്ടും കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് നിങ്ങൾ 1.48 ഡിവൈഡ് ബൈ 9 ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോഴേ നമുക്ക് അല്ലെങ്കിൽ കണക്ക് തെറ്റാൻ സാധ്യതയുണ്ട്.
ഈ ഓർഡർ ചെയ്തു പോവാം. 1.48നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 0.16 കിട്ടും. ഓക്കെ, എന്നിട്ട് ഈ ഇവിടെ ഉള്ളവരെ അങ്ങ് മുകളിലോട്ട് കൊണ്ടുപോയാൽ മതി. പിന്നെ ഇവിടെ ആരും കാണത്തില്ലല്ലോ. നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്തപ്പോൾ ഇതിന്ന് ഇത് പോയി. അപ്പോൾ ഇനി ഇതിനെ എല്ലാത്തിനെയും മുകളിൽ ഇത് രണ്ടുപേരുണ്ടല്ലോ, അതിനെ അങ്ങ് മുകളിൽ കൊണ്ടുപോകാം. ഇൻറ്റു 10⁻⁻8 അതുപോലെ എഴുതുക, കാരണം ന്യൂമറേറ്റർ ഉള്ളതാണ്. ഇതിനെ മുകളിൽ കൊണ്ടുപോകുമ്പോൾ +9 മുകളിൽ പോകുമ്പോൾ 10⁻⁻9 ആവും. ഓക്കെ, അടുത്ത് 10⁻⁻19 അതുപോലെ എഴുതി, കാരണം അവിടെ ഉള്ളത് ന്യൂമറേറ്ററിലുള്ളത്. ഇനി ഇതിനെയാണ് മുകളിലോട്ടുള്ളത്. അപ്പം ഇൻറ്റു 10⁻⁻38 ആണ്, മുകളിൽ പോകുമ്പോൾ +38 ആവും. ക്ലിയർ? നമുക്ക് ഇനി ഇങ്ങനെ എഴുതാം. 0.16 ഇൻറ്റു 10⁻⁻8 ഇൻറ്റു 10⁻⁻9 എത്ര? 10⁻⁻1. ഓക്കെ, 10⁻⁻8 ഇൻറ്റു 10⁻⁻9 എന്ന് പറഞ്ഞാൽ 10⁻⁻18. ഓക്കെ, 10⁻⁻8 ഇൻറ്റു 10⁻⁻9 എത്രയാ? അതായത് 10⁻⁻8 -9. -8 -9 എത്രയാ? -17 ആണ്. 10⁻⁻17 ആവും. ഇൻറ്റു 10⁻⁻19 + 8 38. -19 + 38. 10⁻⁻19 + 38. അപ്പൊ 38 19 കുറയ്ക്കുക. അപ്പൊ നമുക്ക് എത്രയാ ഉത്തരം കിട്ടണ? 38 19 കുറച്ചാൽ എത്ര കിട്ടും? 19 തന്നെ കിട്ടും. അപ്പോൾ 10⁻19. സോ നമുക്ക് എങ്ങനെ എഴുതാം? 0.16 ഇൻറ്റു 10⁻⁻19 ഇൻറ്റു 10⁻90. അപ്പോൾ 90 നിന്ന് 17 കുറയ്ക്കുക. അപ്പോൾ 10⁻2 അല്ലേ? 90 നിന്ന് 17 കുറച്ചാൽ എത്രയാ? 2 ആണ്. അപ്പോൾ 10⁻2 എന്ന് എഴുതി. 0.16നെ 10⁻2 കൊണ്ട് ഇൻറ്റു ചെയ്ത് എത്രയാ കിട്ടുക? 60. 60ന്റെ റൂട്ട് എത്രയാ? 4. അപ്പോൾ therefore n എത്ര വരും? therefore n is equal to 4. അപ്പോൾ 4 ഇലക്ട്രോൺസ് ആണ് അതിൽ നിന്നും റിമൂവ് ആയിട്ടുള്ളതെന്ന് മനസ്സിലാക്കാം. സോ ഇത് ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് കൂളോംസ് ലോയും എന്താണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജസും രണ്ടും കൂടെ കോമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, അപ്പോൾ മനസ്സിലാവും. ഓക്കെ, എന്താണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്നുള്ളത് നോക്കാം. ഈ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു റേഷ്യോ ആണ്. റേഷ്യോ ഓഫ് ആബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ടു ആബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. എന്താണ് ആബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം? അതായത് ഒരു മീഡിയത്തിൽ ഈ ഇലക്ട്രിക് ഫീൽഡുകളെ പെർമിറ്റ് ചെയ്ത്, അതായത് കടത്തിവിടാനുള്ള കഴിവിനെ പറയുന്ന പേരാണ് പെർമിറ്റിവിറ്റി. അപ്പോൾ അതൊരു മീഡിയത്തിനുള്ള പെർമിറ്റിവിറ്റി ആണെങ്കിൽ അത് ആബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം. അത് വാക്വത്തിലോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഫ്രീ സ്പേസ് എന്ന് പറയും. ആബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. മീഡിയത്തിലോ അങ്ങനെ എന്തെങ്കിലും ആണ് ആബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം. അത് ഡിനോട്ട് ചെയ്യുന്നത് വെറും എപ്സിലോൺ എന്ന ഗ്രീക്ക് ലെറ്റർ ആണ്. അതുപോലെ ആബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്ന് പറയുന്നത് എന്താ? എപ്സിലോൺ 0 എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എപ്സിലോൺ ആർ എന്ന് പറഞ്ഞാൽ എന്താ? റിലേറ്റീവ് പെർമിറ്റിവിറ്റി. റിലേറ്റീവ് പെർമിറ്റിവിറ്റിയെ സൂചിപ്പിക്കുന്ന ലെറ്ററാണ് എപ്സിലോൺ ആർ. എപ്സിലോൺ എന്ന് പറഞ്ഞ ഒരു ഗ്രീക്ക് ലെറ്ററാണ്. എപ്സിലോൺ ആർ എന്ന ഇത് ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? റിലേറ്റീവ് പെർമിറ്റിവിറ്റിയാണ്. സോ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഈസ് ഈക്വൽ ടു എപ്സിലോൺ ആർ ഇസ് ഈക്വൽ ടു എപ്സിലോൺ ഡിവൈഡ് ബൈ എപ്സിലോൺ 0. എപ്സിലോൺ എന്ന് പറഞ്ഞാൽ ആബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ഡിവൈഡഡ് ബൈ ആബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അതാണ് എപ്സിലോൺ ഡിവൈഡ് ബൈ എപ്സിലോൺ 0. ഓക്കെ, നമുക്ക് ഇതിനൊരു ഡെഫിനിഷൻ നോക്കാം. റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓർ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് എ മീഡിയം ഈസ് ദ റേഷ്യോ ഓഫ് ദ ആബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ടു ആബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അതായത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് ഡയലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് അതൊരു റേഷ്യോ ആണ്. അതായത് ആബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ഡിവൈഡ് ബൈ ആബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ബൈ ഫ്രീ സ്പേസ് എന്ന റേഷ്യോ ആണെന്ത്? റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ ഡയലക്ട്രിക് കോൺസ്റ്റന്റ്. ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എപ്സിലോൺ ആർ ആണ്. ഓക്കെ.